ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ നമ്മുടെ സെറ്റിന്റെ എക്സാം ഡേറ്റ് വന്നു. സെപ്റ്റംബർ 20-ാം തീയതിയാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ലോങ് ഗ്യാപ്പ് ആണ് അല്ലെ, ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ ദിവസങ്ങളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. നമ്മൾ ഈ ഒരു ഓഗസ്റ്റിൽ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷെ സെപ്റ്റംബറിലോട്ട് മാറിയെന്ന് മാത്രമല്ല, സെപ്റ്റംബർ 20-ലോട്ടാണ് മാറിയിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്രിപ്പറേഷൻ ഒരിക്കലും നിർത്തരുത്. നമുക്കിനി പുതിയ ഹോൾ ടിക്കറ്റ് ഒക്കെ ആയിരിക്കും, അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, പ്രിപ്പറേഷൻ ഒരിക്കലും നിർത്തരുത്. ഇപ്പൊ 2 കാറ്റഗറി സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ഹാപ്പി ആയിരിക്കും അല്ലെ, ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, ഹാപ്പി ആയിരിക്കും, ഇനി പഠിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചവരാണെങ്കിലും ഇനി റിവിഷൻ മാത്രമായിരിക്കും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ആ റിവിഷൻ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ നോക്കി നിങ്ങൾ ഏതെങ്കിലും ഭാഗം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ അതാണ് പറയാനുള്ളത്. സോ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് ഇനി 30 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ ആ ഒരു 30 ദിവസത്തിന് കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്കറിയാം, ആ ഒരു ജനറൽ പേപ്പറിന്റെ കേസാണ് ഞാൻ പറയുന്നത്. രണ്ടിനും ടൈം ടേബിൾ വെക്കണം. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ CSAയിൽ എങ്ങനെയാണ് ഒരു 30 ഡേയ്സിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്, അതായത് എങ്ങനെയാണ് 30 ഡേയ്സ് ടൈം ടേബിൾ വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സിസ്റ്റമാറ്റിക് ടൈം ടേബിൾ വഴി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി നേരത്തെയൊക്കെ പഠിച്ചു വെച്ചവരാണെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ ഒന്നും വിടാത്ത രീതിയിൽ, അല്ലെങ്കിൽ എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു പോകണം അല്ലെ. കാരണം നമുക്കറിയാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി സ്റ്റഡി പ്ലാൻ വെച്ച് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് റിവിഷൻ പ്ലാൻ പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ CC ലേണിംഗ് ആപ്പിനെ കുറിച്ചാണ്. സോ CC ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഡെയിലി ഫ്രീ ക്വിസ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആയിക്കോട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PDF ആയിക്കോട്ടെ, അതുപോലെ തന്നെ റാങ്ക് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആപ്പാണ് നമ്മുടെ CC ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടിന്റെ കാര്യം പറയുവാണ്. നമ്മുടെ കഴിഞ്ഞ റിസൾട്ട്, അതായത് കഴിഞ്ഞ സെറ്റിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഒരുപാട് റിസൾട്ട് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 9746455514 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ടൈം ടേബിളിലോട്ട് വരാം. ഇവിടെ നമ്മൾ 30 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 30 ഡേയ്സിന്റെ ആണ്. അപ്പൊ അതിൽ ഡേ 1 ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് എന്തോ ഒരു ദിവസം ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ പഠിക്കണം അല്ലെ, ഒരു ദിവസം ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. പഠിക്കുക മാത്രമല്ല, നമ്മളിവിടെ റിവിഷൻ ആണ് ആക്ച്വലി ചെയ്യുന്നത്. കാരണം ഇനി നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോ കാര്യങ്ങൾ ബേസിൽ നിന്ന് പഠിച്ചു തുടങ്ങുമല്ലോ വേണ്ടത് അല്ലെ. ഈ ഒരു 30 ഡേയ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സെറ്റ് ജനറൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം ഇത്രയും ടോപ്പിക്സ് വീതം ഇവിടെ പഠിക്കാനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. സോ ഡേ 1 ഇന്ത്യൻ ഫിലോസഫി ഉണ്ട്, ദെൻ ഇംഗ്ലീഷിലുള്ള വൊക്കാബുലറി, സിനോണിംസ്, ആന്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദെൻ ഇന്ത്യൻ പൊളിറ്റിയിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ദിവസം റിവിഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഡേ 2 ആണെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി, ഇംഗ്ലീഷിലെ ഗ്രാമർ, പാർട്സ് ഓഫ് സ്പീച്ച്, ആർട്ടിക്കിൾസ്, ഡിറ്റർമിനേറ്റ്സ്, അതുപോലെ തന്നെ പൊളിറ്റിയിലാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അങ്ങനെ ഓരോരോ ദിവസം നമ്മൾ അവിടെ പഠിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യം 6 ദിവസം കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം റിവിഷൻ ഡേ ആണ്. ആ റിവിഷൻ ഡേയിൽ മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 8ാമത്തെ ദിവസം പേഴ്സണാലിറ്റി, പിന്നെ അതുപോലെ അതായത് നമ്മുടെ സൈക്കോളജി പാർട്ട് വന്നു, സൈക്കോളജി പാർട്ട് ഉണ്ട്, ദെൻ ഇംഗ്ലീഷ് പാർട്ട് ഉണ്ട്. ദെൻ കൃത്യം ഡേ 14 റിവിഷൻ ഡേ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഡേ 15 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ടീച്ചിങ് മെത്തേഡ്സ്, അതിന്റെ കൂടെ തന്നെ ക്ലോസസ്, അങ്ങനെ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ എല്ലാം മിക്സ്ഡ് ആയിട്ട് പഠിക്കും എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡേ 30 വരെ കണ്ടോ, ഏകദേശം ഡേ 24, ഡേ 25 ആവുമ്പോഴേക്കും നമ്മുടെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആവും, എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആവും. പിന്നെയുള്ള ഡേ 26 യൂണിറ്റ് 2 ഫുൾ റിവിഷൻ, ഡേ 27 യൂണിറ്റ് 4 ഫുൾ റിവിഷൻ, ഡേ 28 യൂണിറ്റ് 5 ഫുൾ റിവിഷൻ, അതുപോലെ ഡേ 29 യൂണിറ്റ് 6 പ്ലസ് യൂണിറ്റ് 1 റിവിഷൻ, ആൻഡ് ഡേ 30 എന്ന് പറയുമ്പോൾ അവിടെ മോഡൽ എക്സാം പ്ലസ് വീക്ക് ഏരിയ റിവിഷൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ CCയിലെ ക്ലാസ്സസ് നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം.
അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ മുന്നിൽ ഇനി 30 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സോ എക്സാം ഡേറ്റ് മാറിയാലും പ്രിപ്പറേഷൻ നിർത്തരുത്. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 30 ദിവസത്തിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വെച്ച് റിവിഷൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു 30 ദിവസം മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ. അപ്പൊ കഴിഞ്ഞ തവണ നേരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്ക്, എക്സാം ഡേറ്റ് മാറ്റി വെച്ചു എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്നവർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 30 ദിവസം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാം. ഇനി ബാക്കിയുള്ള സ്റ്റുഡൻസും എല്ലാവരും പഠിച്ചു എന്ന് വെച്ചിട്ട് ഇനി നോക്കാതിരിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ച് തന്നെയായിരിക്കും നമ്മുടെ ഈ 30 ഡേയ്സ് ബാച്ച് എന്ന് പറയുന്നത്. കാരണം അവിടെ കംപ്ലീറ്റ് റിവിഷൻ ആണ് നടത്തുന്നത്. സോ 30 ഡേയ്സ് സൂപ്പർ ഫോക്കസ് ബാച്ച് ആണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ വീക്ക്ലി 5 സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്, ഡെഡിക്കേറ്റഡ് മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ട്, പ്ലസ് മോഡൽ എക്സാംസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ പുതിയ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടെ ഞാൻ പറയാം. ജാനുവരി 2027 ജാനുവരിയിലേക്കുള്ള ലോങ് ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 30% ഓഫർ പ്രൈസിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അനുബന്ധിച്ച് അപ് ടു 30% ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോങ് ബാച്ചിലേക്കായിട്ടുള്ള കോഴ്സിന് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓഫർ വാലിഡിറ്റി എന്ന് പറയുന്നത് 8-ാം തീയതി തൊട്ട്, ഓക്കെ, ഓഗസ്റ്റ് 8 തൊട്ട് 15-ാം തീയതി വരെയാണ് കേട്ടോ. ഓഗസ്റ്റ് 8 മുതൽ 15-ാം തീയതി വരെ മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 9746455514 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.